നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജീവൻ ജനഹിതത്തിലേക്ക് സ്വാഗതം. ടീം VDS സർക്കാർ അധികാരത്തിൽ വന്നു. വാഗ്ദാനങ്ങളല്ല, വാക്കു പാലിക്കലാണ് പ്രധാനമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി അത് പാലിക്കുകയാണ്. അധികാരമേറ്റയുടൻ തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചു. അംഗനവാടി ടീച്ചർമാർക്ക്, ആശാ വർക്കർമാർക്കടക്കം വേതനം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഓരോന്നോരോന്നായി പാലിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്, പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്ന്. എന്താണ് ഇനിയും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യം? ജീവൻ ജനഹിതം തേടുകയാണ്. ചേട്ടാ, പുതിയ സർക്കാർ വന്നു, വൻ വാഗ്ദാനങ്ങൾ നൽകി, അത് പാലിക്കുമോ? എന്താണ് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്? ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരല്ലേ, എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. അപ്പോൾ വാക്ക് പാലിക്കുന്ന സർക്കാരാണ്. ആണ് ആണ് ഓ സ്ത്രീയൊക്കെ ബസ് സർവീസായി, മറ്റുള്ള കാര്യങ്ങൾ പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാവിയിൽ കരുതലേ ഉള്ളൂ, ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വരെയല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. 5 വർഷം കിടക്കുകയല്ലേ. നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ സതീശൻ സർക്കാരിൽ ഭയങ്കര പ്രതീക്ഷയാണ്. ഓക്കെയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഇത് 10 വർഷത്തിന് ശേഷം വന്നതല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് ശരിയാക്കണം. പുതിയ മന്ത്രിസഭ എങ്ങനെയുണ്ട് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ? അധികാരത്തിൽ വന്നതല്ലേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയില്ലല്ലോ, കുറച്ച് ദിവസത്തിലായുള്ളൂ. ഇപ്പോൾ കാര്യങ്ങൾ ദിവസം തോറും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർ തന്നെയാണ്. രണ്ടാം മുഴം കൊടുക്കും. ഓക്കെയാണ്, എങ്കിലും ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരണം. കാരണം തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പോൾ റീസ്റ്റാർട്ടിങ് അല്ലേ. തുടക്കം തന്നെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം, നന്നായിരിക്കുകയല്ലേ. മനസ്സിലായില്ലേ? വയോജന വകുപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് വയോജനങ്ങൾക്ക്, വയസ്സായവർക്ക്? എല്ലാ കാര്യങ്ങളും ആ രീതി ചെയ്യണമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയതേ ഉള്ളൂ, പകുതി പോലും ആയില്ല, കാൽ പോലും ആയില്ല. സൂപ്പറാക്കണം, ആവണം. സ്ത്രീകൾക്ക് സന്തോഷമാണ്. രാവിലെ ജോലിക്കൊക്കെ പോണവർക്ക് അതൊരു നല്ല ഇതായിട്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടല്ലേ, ആശാ വർക്കേഴ്സിനൊക്കെ എന്തുമാത്രം ഒരു സമരം ചെയ്യണ കണ്ടതല്ലേ. അതെ, സന്തോഷമായി കാണും എല്ലാവർക്കും. അത് ഗവൺമെന്റ് ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ അവരെ പരിഗണിച്ചപ്പോൾ അത് അവർക്കൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. സ്ത്രീകൾ ഹാപ്പിയാണ്. ഉഷാറാവണം. ഉറപ്പാണ്. വയോജനങ്ങൾക്ക്, വയസ്സായവരെ ഒരു വയോജന വകുപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോ വയസ്സായവർക്ക് പരിഗണിച്ചു, എല്ലാവരെയും സ്ത്രീകളെ മൊത്തത്തിൽ പരിഗണിച്ചതായിട്ട് തോന്നി. അപ്പൊ VD സർക്കാർ സൂപ്പറാണ്. VD സർക്കാർ പ്രതീക്ഷയുണ്ടോ? എങ്ങനെയുണ്ട്? ഇപ്പൊ വന്നപ്പോ തന്നെ ഗംഭീരാക്കിയില്ലേ? സ്ത്രീകൾക്കൊക്കെ ഭയങ്കര സീറ്റും അതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, ഫ്രീ സർവീസ് കൊടുത്തിട്ടുണ്ട്. KSRTC ഫ്രീ ആണല്ലോ. 15 തീയതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം. അപ്പൊ ഗംഭീരാക്കും. ആയിക്കോട്ടെ, സർക്കാർ ഗംഭീരാവും. ആവണം. എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ജനങ്ങൾക്ക് അറിയോ. അല്ല, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല, കാരണം സർക്കാർ വന്നതല്ലേ ഉള്ളൂ. എന്നെ മുമ്പോട്ട് പോകണല്ലോ, മുമ്പിലെ ബാക്കിയുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ. കാരണം പോകണം. സൂപ്പറാണ് ഇപ്പോഴത്തെ ഭരണം, അടിപൊളി. അല്ല, നമുക്കിപ്പോൾ എവിടെയും പോകാൻ ഫ്രീ ആയിട്ടൊരു ബസ് വിട്ടതിൽ ഏറ്റവും നന്ദി പറയണേ. സൂപ്പർ. ഇനി അടുത്ത ഭരണം എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ടുള്ളൂ, എങ്ങനെയുണ്ടാവും ഭാവിയിലേക്ക്? സൂപ്പറായിരിക്കും. ഇപ്പൊ അംഗനവാടിക്കാർക്ക്, ആശാ വർക്കേഴ്സിന്, സ്ത്രീകൾക്ക് മൊത്തം എത്ര പൈസ കൂട്ടിയിട്ടുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അവർ കടന്ന് അധ്വാനിക്കേണ്ട ആ ഒരു ഇത് ഇപ്പോഴത്തെ പാർട്ടിക്കാർ കാണിക്കുന്നുണ്ട്. അതാണ് സൂപ്പർ. പ്രതീക്ഷ എന്തൊക്കെയുണ്ട്? ഇപ്പൊ വന്നപ്പോൾ തന്നെ നല്ല KSRTC ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് അതിലൊന്നും പറയാനില്ല, കാരണം ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഇതിൽ ഒന്നും പറയാനില്ല. അടിപൊളിയാണ് ആയിരിക്കും എന്ന് തോന്നുന്നു. വന്നല്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. തുടക്കം തന്നെ എങ്ങനെയുണ്ട്? തുടക്കത്തിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഭരണത്തിൻ്റെ ഇത് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് പോകണമെന്നൊക്കെ. ഇപ്പോൾ വയോജനങ്ങൾക്ക് 10 വർഷം നേരം വേണം ഭരിച്ചില്ല, തന്നെ അവർ കണ്ടല്ലേ ജനങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തിന് വരുമ്പോൾ അറിയാം. അതെ, വയോജന വകുപ്പൊക്കെ വന്നിട്ടുണ്ട് വയസ്സായവർക്കൊക്കെ. പ്രായം ചെല്ലുമ്പോൾ അത് ഇവർ ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ഏത് പാർട്ടി വന്നാലും അത് ചെയ്യേണ്ട. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവരണമല്ലോ. ആണോ? അല്ല. ആവും തോന്നുന്നു, കണ്ടിടത്തോളം.
സ്ത്രീകൾക്ക് ഈ ഭരണത്തിലൂടെ നല്ലൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എൻജോയ്മെൻറ്റ്. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ വാഗ്ദാനം പെരുമഴയാണ്. വാഗ്ദാനത്തിൻ്റെ പെരുമഴ. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. സ്ത്രീകൾ ഹാപ്പിയാണ്. ഇപ്പൊ കണ്ടില്ല, നമ്മൾ കണ്ടതല്ലേ സെക്രട്ടേറിയറ്റിലൊക്കെ ആശാ വർക്കേഴ്സ് കിടന്ന് എത്ര ദിവസങ്ങളായി. എങ്ങനെയാണ് തോന്നിയത് ഇപ്പോൾ ഇത് വന്ന ഉടനെ തന്നെ അത് അവർക്ക് പൈസ കൂട്ടിയപ്പോൾ? അവർക്ക് വളരെ സന്തോഷമല്ല. അവർ ഇത്രയും വർഷക്കാലം അനുഭവിച്ച യാതനകൾക്ക് ഒരു മറുപടിയായിട്ട് അത് സംഭവിച്ചത് അവർക്ക് വളരെയധികം സന്തോഷകരമായതാണ്. അതുപോലെ അംഗനവാടി നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യണ ഈ അംഗൻവാടി സ്റ്റാഫുകളാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അത് പരിപാലിക്കുന്നതിന് അത്രതായ എഫേർട്ട് അതിലുണ്ട്. അമ്മയാണ്, ടീച്ചറാണ്. അപ്പോൾ അതിൻ്റേതായ എഫേർട്ട് അവർക്ക് അത്രത്തോളം ഉണ്ട്. അപ്പോൾ അത് അവർക്ക് കിട്ടിയപ്പോൾ അത് വളരെയധികം അവർക്ക് ഹാപ്പിയാണ്. അവർക്കും കൂടുതൽ അതിലോട്ട് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. എന്തായാലും അടിപൊളി, സൂപ്പറാണ്. മുന്നോട്ട് പോകും, ഉറപ്പാണ്. ഉറപ്പാണ്. ഉണ്ട്. അങ്ങനെയാണ്. സ്ത്രീകൾക്ക് അംഗനവാടി ടീച്ചേഴ്സിന് പറഞ്ഞതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വളരെയധികം ഹാപ്പിയാണ്. എന്ത് പറയാൻ എന്ന് പറഞ്ഞാൽ വയോജനങ്ങളെ അത്രത്തോളം ആഗ്രഹിച്ചു ഇങ്ങനെ ഒരു ഭരണം എത്രത്തോളം ബെറ്റർ ആയിരിക്കുമെന്ന്. ഒരു വകുപ്പ് തന്നെ കൊണ്ടുവന്നേക്കാണ്. അതെ. ഭരണം മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും. 10 കൊല്ലം പിണറായി സർക്കാരിരുന്നു. ഇപ്പോൾ മഞ്ഞക്കുറ്റിയെല്ലാം പൊഴുതെറിഞ്ഞു. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. സിൽവർ ലൈൻ വേണോ? ഇവിടെ ഉള്ള വണ്ടിയിൽ ഓടാൻ ആളില്ല. പിന്നെ KSRTC ഫ്രീ, അത് ഉള്ളത് 1-2 ബസ്സൊക്കെ കാണും. ഇപ്പോൾ കേരളത്തിലുള്ള മൊത്തം ഏറ്റവും കൂടുതൽ യാത്രക്കാരെന്ന് പറയുന്ന വനിതകളാണ്. എല്ലാവരും അവരെ കൊണ്ട് നടക്കാൻ പറ്റൂല. KSRTC എങ്ങനെ ഫ്രീ ആവും? ഒരിക്കലും ഒരു മന്ത്രിയുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാവില്ല. ഖജനാവിലുണ്ടെങ്കിലേ കൊടുക്കൂ. ഖജനാവിൽ കാലിയാണെന്ന് നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ, അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. കാലിയല്ല, പൈസ ഉണ്ട്. പൈസ വീണ്ടും അവർ ഭരിക്കാമെന്ന് വിചാരിച്ചല്ലേ പൈസ ഇത്രയും ബാക്കി വെച്ച 6300 കോടി. വരണമല്ലോ, പുതിയ ആൾക്കാർ വന്നാലേ ഈ വയസ്സന്മാരെല്ലാം മാറിപ്പോണം. VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ലേ അല്ലേ? അയാളെ കൊണ്ട് കഴിയും. അത്ര ഉണ്ടായിരുന്നു. കാരണം ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ജനങ്ങൾ മാറ്റിയെടുത്ത ഒരു രീതിയാണല്ലോ അത്. അപ്പോൾ അത് ഒരു എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ തുടക്കത്തിൽ ആർക്കും ഒന്നും ചെയ്യാക്കില്ല. നല്ലൊരു അച്ഛനും ഒരു അമ്മയാവണമെങ്കിൽ അത് കാലതാമസം എടുക്കും. അത് അല്ലേ, സമയമെടുക്കും. UDF സർക്കാരിൽ എങ്ങനെയാണ് പ്രതീക്ഷയുണ്ട്? ഇപ്പോൾ പുതിയ വന്നിട്ടില്ലേ UDF സർക്കാർ, കുറേ വാഗ്ദാനങ്ങൾ തന്നില്ലേ, അതൊക്കെ പാലിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. എങ്ങനെയുണ്ട് UDF സർക്കാർ? ഇപ്പം കുഴപ്പമില്ല, എങ്കിലും അവരോട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അവർ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നിന്ന ഒരു പാർട്ടിക്കാരും ഇങ്ങനെ ഒരു പ്രതീക്ഷ തന്നിട്ടില്ല. സോ ഇനിയും അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കുമെന്ന് ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞ വാക്കുകൾ പാലിച്ചല്ലേ? ഫസ്റ്റ് തന്നെ കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് പറഞ്ഞ വാക്ക് മിക്കവരും എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഇത് പാർട്ടിയിലെത്തിക്കഴിയുമ്പോൾ അവരെ സ്വഭാവം മാറ്റാറാണ് പതിവ്. എന്തായാലും അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സല്യൂട്ട് നൽകുക. അടിപൊളിയാണല്ലേ? അതെ. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് പുള്ളിക്കാരൻ ഇരിക്കേണ്ട ഒരു ടൈം കൊടുക്കുക. എടുത്തതിനിപ്പം പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയാണ്. ഉണ്ടാവുമല്ലോ. അവർ ഇന്ദിരാ ഗ്യാരണ്ടി അങ്ങനെ നിറയെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുണ്ടാവും എന്നുള്ളത്. KSRTC ഫ്രീ ആയി, അംഗനവാടി ടീച്ചർക്ക് കൂട്ടി, അതുപോലെ ആശാ വർക്കേഴ്സിന് കൂട്ടി. അപ്പോൾ അതുപോലെ 1 by 1 വന്നുകൊണ്ടിരിക്കുക. അവർ കയറിയിട്ടേ ഉള്ളൂ, ടൈം കൊടുക്കുക. ഈ ആശാ വർക്കേഴ്സൊക്കെ നല്ലോണം സമരം ചെയ്തതല്ലേ? അവർക്കൊരു 3000 രൂപ കൂട്ടാന്ന് വെച്ചാൽ വളരെ നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യമാണ്. 3000 എന്ന് വെച്ചാൽ ഒരാൾക്കല്ലല്ലോ, ഇത്രയും പേർക്കല്ലേ. അപ്പം വലിയൊരു എമൗണ്ടാണ് ഖജനാവിൽ നിന്നാകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. വയോജനങ്ങൾക്ക് മറ്റേ വയസ്സായവർക്ക് എങ്ങനെയുണ്ട്? വയസ്സായവർക്കും നല്ലതല്ലേ? 3000 നല്ല ക്യാഷല്ലേ കൊടുക്കണേ മാസത്തിലെ? വകുപ്പ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. താങ്ക് യു. ഓക്കെ.
എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഒരു കുത്തു ഗ്യാസും വേണം, കഞ്ഞോളം കുടിക്കാനും, പിന്നെ വേറെ എന്തൊരു ഉളക്ക അരിയും വേണം. ഇത് തന്നെ ഉള്ളത്. പിന്നെ അവർ തരും 2000 രൂപ തരും, അതിനെ വെച്ച് കളിക്കുകയും ചെയ്യും. വേറെ ഒന്നുമില്ല. കൂട്ടിത്തരണോ ഇതൊക്കെ? കൂട്ടിത്തരണ അവരെ ഇഷ്ടമില്ലേ, നമ്മൾ കാക്കട്ടോട് അങ്ങനെ തരയും. അവർ തന്നാൽ വാങ്ങിക്കും. സതീശൻ സർക്കാർ എങ്ങനെയുണ്ട്? കൊണ്ടില്ല അമ്മ, തരണ തരം ആവശ്യം വെള്ളം കുടിക്കും. ഒത്തിരിയില്ല, എല്ലാവരും മരിച്ചൊക്കെ പോയി. ഒത്തിരി കിടക്കണ ഒരു വീട്ടിൽ ഒരു ആരുമില്ല. ഇതാപ്പോൾ വയോജനങ്ങൾക്ക്, വയസ്സായവർക്ക് നല്ല ഒരു വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയസ്സായ തന്നെ 85, 86 ഇതോടെ. ആർക്കാ വോട്ടിട്ടത്? അതമ്മ വോട്ട് കൊടുത്തത് ആർക്കാ? പാട്ട് കൈക്ക് കൈപ്പത്തിക്ക്. പുതിയ സർക്കാർ പുതിയ സർക്കാരിൽ വളരെ വളരെ പ്രതീക്ഷ ഉണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം നിർവഹിക്കും എന്നാണ് പ്രതീക്ഷ. പറഞ്ഞ വാഗ്ദാനങ്ങൾ തുടക്കത്തിൽ കൊടുക്കാൻ തയ്യാറായതിൽ വളരെയധികം നന്ദിയുണ്ട്. അത് പറഞ്ഞ കാര്യം അദ്ദേഹം ഇനി ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കൂടെ ചെയ്യും എന്ന് ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും അദ്ദേഹത്തിനും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. പുതുമുഖങ്ങളുണ്ട്. പിന്നെ അതെ അതെ. പിന്നെ പ്രതീക്ഷയിൽ നമ്മളെ ട്രിവാൻഡ്രം ജില്ലയിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു MLA ക്ക് സ്ഥാനം കിട്ടിയില്ല. അതിലൊരു ചെറിയ പ്രയാസമുണ്ട്. വിൻസെൻ്റ് MLA ക്ക്. അദ്ദേഹം 3 പ്രാവശ്യം ജയിച്ചു വന്ന ഒരു കാൻഡിഡേറ്റാണ്. എല്ലാവരിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന്. പക്ഷേ അത് കിട്ടാത്തതിൽ ചെറിയ ഒരു പ്രയാസമുണ്ട്. അത് നല്ലതാണ്. കാരണം വയോജനങ്ങൾക്കുള്ള അത് നല്ലൊരു തുടക്കമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. കാരണം എനിക്കൊരു 5 വർഷം കഴിയുമ്പോൾ ഞാനും അതിൽ വരും, അങ്ങ് ആവും. അപ്പോൾ പ്രതീക്ഷയുണ്ട്. അപ്പം ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തുക, ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാം, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാനൊരു സർക്കാർ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്ക് പെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയാൽ മതി. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണം. പിന്നെ വീണ്ടും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അത് അടുത്ത ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. അപ്പം ഭരണം തുടർച്ചയ്ക്കും അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നല്ല രീതിയിൽ സതീശൻ സാറിനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും നല്ല വരട്ടെ എന്ന് ഞാൻ ടീം UDF എല്ലാവിധ ആശംസകളും. അതിപ്പോഴല്ലേ വന്നത്, ഇവിടെ വന്നത് പറഞ്ഞിട്ടില്ല. വാർത്തയിൽ മാത്രം പറഞ്ഞ് ആശാവർക്കാർക്ക് 1000 രൂപ കൂട്ടിയെന്ന്. ഇത് മാത്രം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനം. വേറെ പിണറായി ഇരുന്നപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. മനസ്സിലായ? ഞങ്ങൾക്ക് പെൻഷൻ പൈസ കൂട്ടിയത് പിണറായി. ഈ സർക്കാരിന് പറയേണ്ടത് പെൻഷൻ കൂട്ടാന്നത് പറഞ്ഞ് ആഹാര സാധനങ്ങൾക്ക് വില കുറയ്ക്കണം, പെട്രോളിന് വില കൂടണം, മണ്ണെണ്ണയ്ക്ക് വില കൂടുതൽ. ഇന്ന് 5000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 25,000 രൂപ തികയുന്നില്ല ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, ജോലിക്ക് കടൽ തീരത്ത് പോകുന്നവർക്ക്. ഈ പൈസ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? മണ്ണെണ്ണയ്ക്ക് വില കൂടുതൽ, പെട്രോളിന് വില കൂടുതൽ. എന്തുകൊണ്ട്? ഇതിന് സർക്കാരിന് നിയമമില്ലേ? ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്നത് അവർക്ക് കൊടുക്കാനാ? അതിൻ്റെ നടപടി ഞങ്ങൾക്ക് എല്ലാത്തിനും വില കുറയ്ക്കണം. പെട്രോളിന്, ഡീസല്, മണ്ണെണ്ണ, ഇതിനെല്ലാം ഞങ്ങൾക്ക് വില കുറയ്ക്കണം. അവർക്ക് കിട്ടിയ അതിന് 10 രൂപ കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് 5 രൂപ ഷെയർ കൂടെ കിട്ടും. മനസ്സിലായ? ഇത് തന്നെ. ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് കിട്ടണം. ഡീസല്, പെട്രോള്, മണ്ണെണ്ണ. ഗ്യാസിന് വില കൂടുതൽ തന്നെ. അത് 1000 രൂപ ഇപ്പം ആക്കി വെച്ചിരിക്കണം. അവരിപ്പോൾ പറയണത്, അന്നത്തെ മീറ്റിങ്ങിൽ പോയപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ ഓഫീസിൽ പോയപ്പോൾ പറയുന്ന തീരുമാനം എന്താണെന്ന് അറിയാമോ? ഈ ഗ്യാസിൻ്റെ പൈസയും ഈ പെൻഷൻ പൈസയും കൊടുക്കുന്നത് ഇതിൽ നിന്ന് എടുത്താണ് അവർക്ക് കൊടുക്കുന്നതെന്ന്. പെൻഷക്കാർക്ക് കൊടുക്കുന്നത് ഗ്യാസ് ഞങ്ങളടുത്ത് നിന്ന് പൈസ കൂടുതൽ വാങ്ങിക്കുന്നില്ലേ, അവരടുത്ത് നിന്ന് എടുത്താണ് ഈ പെൻഷൻ കൊടുക്കണമെന്ന്. പിന്നെ കല്ല് വിൽക്കുന്നില്ലേ, അതിൻ്റെ കാശും കൊണ്ടാണ് ഞങ്ങൾക്ക് തരണമെന്ന്. മനസ്സിലായ? അവർ പറഞ്ഞു, ഓഫീസിൽ നിന്ന് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മയും കൊണ്ടുപോയപ്പോൾ മുഖ്യമന്ത്രിയോട് പറയേണ്ടത് ഗ്യാസിന് പൈസ വില കുറയ്ക്കണം. ഗ്യാസിനും പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, ഇത് ഞങ്ങളുടെ ആണുങ്ങൾക്ക് പണിക്ക് പോകേണ്ടതാണിത്. അതിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പണ്ടത്തെ നിലയിൽ ഞങ്ങൾക്ക് ആക്കി തരണം ഈ വില. എങ്ങനെയുണ്ട് പുതിയ ഭരണം? സത്യപ്രതിജ്ഞ കഴിഞ്ഞതല്ലേ ഉള്ളൂ, വരും ദിവസങ്ങൾ അറിയാം. എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ?
പഠിച്ചു. എങ്ങനെയുണ്ട്? വാഗ്ദാനം മാത്രമല്ല, വാക്ക് പാലിക്കുക കൂടെ ചെയ്യും. അത് കുറേ ദിവസം കൂടെ കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്തായാലും എങ്ങനെയുണ്ട് പ്രതീക്ഷ? പ്രതീക്ഷ 90% ഉണ്ട്. അത് മതി. ഇപ്പോൾ വയോജനങ്ങൾക്ക് അംഗനവാടി ടീച്ചേഴ്സ് പ്രഖ്യാപിച്ചത് തന്നെ, പറഞ്ഞതല്ല പ്രഖ്യാപിക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യും എന്നൊരു ഉറപ്പുണ്ട്. ആശാ വർക്കേഴ്സിന് എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്താണ്? എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു പുതിയ മന്ത്രിസഭ വന്നു. വരും ദിവസങ്ങളിൽ അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. അത്രമാത്രമേ പറയാനുള്ളൂ. അല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ചത് എങ്ങനെയുണ്ട്? അതായത് ഇപ്പോൾ അവർക്ക് ആശാ വർക്കേഴ്സിന് കൂട്ടി, അതായത് പിന്നെ KSRTC അതൊന്നും പറയുമോ? KSRTCയുടെ കാര്യം ഒന്നും ഞാൻ വായിച്ചായിരുന്നു, കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലല്ലേ അറിയാൻ പറ്റുള്ളൂ. കാത്തിരുന്ന് കാണാമല്ലോ. പ്രതീക്ഷയുണ്ട്. സതീശനിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും വി.ഡി. സർക്കാർ സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. വരട്ടെ. ജനങ്ങൾ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഒന്നും ഒരു അനുകൂലം ഒന്നും ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് എന്തൊക്കെ തരുന്നു സർക്കാർ കൊണ്ട്? ഒരു വകയും കിട്ടുന്നില്ല. പെൻഷൻ മാത്രം തന്നെ, വേറെ ഒന്നും ഞങ്ങൾക്ക് ചുമ്മാ കിട്ടുന്നില്ല. റേഷൻ തായിരുന്നു 2 രൂപ അരി ചുമ്മാതായിരുന്നു. അതുള്ളത് തന്നെ ഞങ്ങളെ തുണ്ടിലുള്ള അരി തായിരുന്നു. 5 പേരെങ്കിൽ 5 പേര്, 10 പേരെങ്കിൽ 10 പേര്, 2 പേരെങ്കിൽ 2 പേര്, ഒരാളെങ്കിൽ ഒരാൾ. ആ അരി മാത്രം കിട്ടും. ഞങ്ങൾക്ക് ഗവൺമെന്റിന് എന്തെങ്കിലും വില കുറച്ചിട്ട് ഞങ്ങൾക്ക് സഹായമൊക്കെ ചെയ്യണം. സ്വർണത്തിന്റെ വില ഉണ്ടാ? സ്വർണ്ണം 1 ലക്ഷത്തിൽ 1.5 കാവ്യായി. 1.5 ഒരു മക്കളെ കടിച്ചു രൂപ എത്ര ഉരുപ്പടിയിട്ട് കൊണ്ടു കൊടുക്കാൻ? ഈ വില കൂടിയാ 1 ലക്ഷത്തിലും കൂടെയൊക്കെ 1.5 ലക്ഷം 10. ഞങ്ങളുടെ മീൻ ആദ്യം തന്നെ കറന്നാ വിലക്ക്. മീൻ എന്തുകൊണ്ട് വില കൂട്ടുന്നില്ല നിങ്ങൾ? അങ്ങനെ എല്ലാത്തിനും വില കൂടിയല്ല, അപ്പം മീനിനും കൂടെ വില കൂട്ടി. നന്നായിട്ട് വരട്ടെ എന്നാണ് ആഗ്രഹം. കാരണം നമ്മളൊരു 10 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ വരുന്നതാണ്. അപ്പം നന്നായിട്ട് വരണം. എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങളെ അർപ്പിച്ച വിശ്വാസമാണ് വോട്ടായിട്ട് മാറിയിട്ട് പുതിയ സർക്കാർ വന്നത്. പക്ഷെ അത് നന്നായിട്ട് വരുന്നതിന് പുറമെ ഇപ്പം വാഗ്ദാനങ്ങളും ഈ പ്രകടന പത്രികയും കുറച്ച് പറയുന്നതൊക്കെ ആദ്യം കുറച്ച് പറഞ്ഞു, വീട് സദസ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പക്ഷേ അത് ഞാൻ പറയുന്നത് ഇപ്പോൾ തുടക്കം പോലെ തന്നെ അവസാനം വരെ പോട്ടെ എന്നാണ്. തുടക്കത്തിലുള്ളത് മാത്രമല്ലല്ലോ. ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര പറഞ്ഞു, പക്ഷേ ജൂൺ 15 മുതൽ. പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും ഇതൊരു തീരുമാനമായിട്ടില്ല. ഞാൻ സൗജന്യ യാത്ര കൊടുക്കുന്നതിനൊപ്പം തന്നെ അത് എങ്ങനെയായിരിക്കണം ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. നല്ല കാര്യം തന്നെയാണ്, അത് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിലവിൽ 10 വർഷത്തെ ഭരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മോശം ഭരണമായിരുന്നില്ല. അതിൽ വികസനം ഉണ്ടായിരുന്നു. അതിൽ പറ്റിയൊരു ഐഡിയോളജിക്കലി ഉണ്ടായൊരു മോശം ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ രീതി ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തിയില്ല കറക്റ്റായിട്ട്, ഐഡിയോളജി പരമായിട്ട്. പക്ഷേ വികസനം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ. അതിൽ മേലെ വികസനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഉറപ്പായിട്ട് താരതമ്യം ഉണ്ടാവും. 2 ഗവൺമെൻറ്റും തമ്മിൽ താരതമ്യം ഉണ്ടാവും. അത് തന്നെയാണ് ഇലക്ഷന് വന്ന റിസൾട്ടും അതിൻ്റെ വ്യത്യാസം. അപ്പം അതിന് മേലെ നിൽക്കുന്നത് തന്നെയായിരിക്കും കൊണ്ടുവരുന്നത് നല്ല കാര്യം. ഇപ്പം വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കാര്യമായാലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായാലും ആശാ വർക്കർമാരും അവർ ഇത്ര നാൾ കഷ്ടപ്പെട്ട് അവർക്ക് ഉണ്ടായിരുന്ന 3000 രൂപയാണെങ്കിൽ പോലും 21 രൂപ പറഞ്ഞു, 3000 രൂപയെങ്കിൽ ആദ്യം പ്രഖ്യാപിച്ചു. ഓക്കെ, നല്ല കാര്യം, കൊടുക്കട്ടെ. പക്ഷെ അതേപോലെ തന്നെ എല്ലാത്തിനും ഇത് കാണണം. വരും കാലങ്ങളിലും വരുന്ന പ്രഖ്യാപനങ്ങളിലെല്ലാം നല്ലൊരു മുന്നേറ്റം ഉണ്ടാവണം. എല്ലാവരും വോട്ടും വാങ്ങിയിട്ടാണ് ജയിച്ചത്. ഒരാളുടെ മാത്രം വോട്ടായിരിക്കില്ല. ജനങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചു, മാറ്റം വന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ സ്വരച്ചേർച്ച ഉണ്ടെന്ന് പോലെ എനിക്ക് തോന്നി. ആദ്യം ആ പറയുന്ന കാര്യങ്ങൾ വീഡിയോ സെഷൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു സ്വരച്ചേർച്ച ഉള്ളതുപോലെ. അത് ഇലക്ഷൻ വരെ നേരിട്ടതൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ എന്തോ പറയുന്ന ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്. ഫസ്റ്റ് പറയുന്നത് ഓക്കെ, രണ്ടാമത് പറയുമ്പോൾ അതിലെന്തൊക്കെയോ ഒരു മാറ്റം സംഭവിക്കുന്നുള്ളതുപോലെ. അത് ഞാൻ ചോദിക്കട്ടെ, അത് തന്നെയായിരുന്നല്ലോ 10 വർഷം സംഭവിച്ച കാര്യം. 10 വർഷവും നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫണ്ടില്ല, നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രീസ് മേഖലയൊക്കെ പൊതുവെ ഇങ്ങനെ തന്നെയാണ്. ഫണ്ട് നമുക്ക് മാക്സിമം നടത്തുന്നത് പറഞ്ഞാൽ ജനക്ഷേമം നടത്തുന്നത് കടം വാങ്ങിച്ചും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നുള്ള ഗവൺമെൻറ് ആയാൽ പോലും. ഇപ്പോൾ UDF ആയാലും LDF ആയാലും അങ്ങനെ നമ്മളെ സാമ്പത്തിക സ്ഥിതി പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഇവിടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം പീക്കായിരുന്നു. ഇപ്പം ഞാൻ തന്നെ പ്രകടനത്തെ വായിച്ച് എനിക്ക് തോന്നുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റുമോ ഡൗട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ പരിമിതി അത്രയ്ക്ക് പരിമിതിയാണ്. അപ്പം വീഡിയോ സെഷൻ തന്നെയാണെങ്കിൽ പോലും ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപ ആദ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ് പ്രഖ്യാപിച്ചു. രണ്ടാമതൊരു റീസണായിട്ട് പറഞ്ഞത് നമ്മുടെ ഖജനാവ് ഇങ്ങനെയാണ്,
വനിതകൾ സൗജന്യ യാത്ര ഫ്രീ എന്ന് പറഞ്ഞ സമയത്ത് ബസ്സിലൊക്കെ കയറി അവർ നല്ലവണ്ണം പ്രചാരണം കൊടുത്തൊക്കെ ചെയ്തു. ഇപ്പോൾ പറയുന്നത് കൊടുക്കും, പക്ഷേ 15-ാം തീയതിയാണ് അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്ങനെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ അപ്പം എല്ലാം സാമ്പത്തിക സ്ഥിതി ഇവർക്കറിയാം. ഇത് വെച്ചിട്ടാണല്ലോ ഇവർക്ക് പ്രകടനങ്ങൾ നടത്തുന്നത് എല്ലാം മുൻകൂട്ടി പറഞ്ഞത്. പക്ഷേ അവർ രണ്ട് ചിന്ത മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇപ്പോൾ ഉണ്ട്. നടക്കുന്ന നല്ല കാര്യം, പക്ഷേ അത് മുന്നോട്ട് ഇതേപോലെ പോകണമെന്നാണ് ആഗ്രഹം. പറയുന്ന വാഗ്ദാനം നടപ്പാക്കണം, അത്രേ ഉള്ളൂ. ഉറപ്പടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ജനങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, നമുക്ക് എന്താണോ വേണ്ടത്, സേവനം നമുക്ക് കിട്ടുന്നത് എന്താണോ ഗവൺമെൻറ്റിൽ കിട്ടുന്ന നല്ല കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അതിപ്പോൾ ആരായാലും ഇവിടെ ഗവൺമെൻറ് ഇപ്പോൾ LDF ഇപ്പോൾ LDF നടന്ന സംഭവം ഞാൻ വിചാരിക്കുന്നത് ഐഡിയകൾ, കാരണം അവർക്ക് വോട്ട് 102 സീറ്റ് UDF കിട്ടി. അത് കിട്ടാൻ കാര്യം LDFൻ്റെ കഴിവുകേട് മാത്രമല്ല, UDF മികവുമല്ല, ഉറപ്പായിട്ട് രണ്ടുമല്ല. കിട്ടാൻ ഒറ്റ ജനങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് ഭരിക്കുന്നു. നമ്മുടെ 5 വർഷം മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. എത്രയെന്ന് പറഞ്ഞാലും ഇപ്പം പൊന്നുതമ്പുരാൻ വന്ന് ഭരിച്ചാൽ പോലും 5 വർഷം കൂടി മാറും. ആര് ഭരിച്ചാലും EKNരെ ഭരിച്ചു പോകും, EMS ഭരിച്ചു പോകും, AKNനെ ഭരിച്ചു. എത്രത്തെ നല്ല ഗവൺമെൻറ് വന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചത്. മാറ്റമാണ് വേണ്ടത്. ആ മാറ്റമാണ് ഇലക്ഷനിൽ കണ്ടത്. പക്ഷേ ഇതിന് ബാക്കി ഉത്തരം പറയേണ്ടത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്. അത് മുന്നോട്ട് പോട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് കാണാം. എല്ലാം എന്തായാലും നന്നായിട്ട് പോട്ടെ എന്നാണ് ആഗ്രഹം. അമ്മ എന്തൊക്കെയാ ഈ സർക്കാരിൽ പ്രതീക്ഷ ഉണ്ടോ? സതീശനാണ് വോട്ട് ചെയ്തത്. ഞങ്ങൾ കോൺഗ്രസ് തന്നെയല്ലേ നേരത്തെ. സതീശനാണ് വോട്ട് ചെയ്തത്. ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞില്ലേ ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഞങ്ങളെ കേരളത്തൊക്കെ. അപ്പോൾ ഇതുപോലെ തമിഴ്നാട് കൊടുക്കുന്നത് പോലെ ഞങ്ങളെ കേരളത്തിൽ തന്നിരുന്നെങ്കിൽ ഒരു സഹായം, ഇതുപോലെ ഒരു പുണ്യം തന്നെ ഞങ്ങൾക്കത് കിട്ടുന്നതൊക്കെ. ഇതാണ് ഞങ്ങൾക്കുള്ള ഒരിത്. മറുപടി പെൻഷൻ ഇവർക്ക് കൊടുക്കുന്നു. പിന്നെ തൊഴിലുറപ്പിൻ്റെ കാര്യം അതിപ്പോൾ നിർത്തലാക്കി വരുമെന്നും പറയുന്നു, ഉണ്ടെന്നും പറയുന്നു. അത് ഞങ്ങൾ പോകത്തില്ല. തൊഴിലുറപ്പിന് പോകണവർ പോകണം, അമ്മച്ചികളൊക്കെ പോകണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ പറഞ്ഞതുപോലെ പണിക്കൊക്കെ പോകുമ്പോൾ മണ്ണെണ്ണകളൊക്കെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരുമ്പോൾ ഇരട്ടി വിലയാണ് മണ്ണെണ്ണയ്ക്ക് കൊടുക്കേണ്ടതൊക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്രമേറ്റൊക്കെ ഉള്ള മണ്ണെണ്ണയ്ക്കെല്ലാം നിർത്തിക്കളഞ്ഞവന്മാർ തരുന്നില്ല ഞങ്ങൾക്കാർക്ക്. ഇപ്പോൾ എത്രയും പ്രമേറ്റുള്ളവർ വള്ളങ്ങളൊക്കെ എല്ലാം കയറ്റിയൊക്കെ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മീൻ ഉള്ള സമയം വില കിട്ടും, ഇല്ലാത്ത സമയം നമ്മൾ ചാള, നത്തോലി ഇങ്ങനെയൊക്കെ കൊണ്ടൊക്കെ വരുമ്പോൾ അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് പോകും. ഇല്ലാതെ മീൻ നമ്മൾ പറയാൻ പറ്റൂല. എന്താ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 50 രൂപ വിത്തത് 80 രൂപയായി. ഇപ്പോൾ തക്കാളി തന്നെ 80 രൂപയായി 1 കിലോ. ഇപ്പോൾ കവർ എണ്ണയ്ക്കും കൂടെ വില കൂടി. പറഞ്ഞിട്ടുണ്ടല്ലോ വോട്ട് തീരുമ്പോൾ കുറേ എന്തിനൊക്കെ സാധനത്തിനൊക്കെ വില കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. കുറയ്ക്കാണ്. കടലിൽ ക്ഷാമമില്ലേ? കടലിൽ മീനുണ്ടെങ്കിൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ പോയി മീൻ കൊണ്ടുവരും. ഇപ്പം മീനില്ലാത്തവരൊക്കെ ഞങ്ങൾക്ക് എവിടെ പോയി? ഇപ്പോൾ ഇത്ര ദിവസമായി കറിമീനൊക്കെ ഇല്ലാതെ ഇവിടെ ഞങ്ങൾ പച്ചക്കറികളൊക്കെ വെച്ചാണ്, കരുവാടൊക്കെ വെച്ചാണ് കഴിക്കുന്നത്. ഇപ്പം അയാൾ കെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ കേരളത്തും കുറേ മാറ്റങ്ങളൊക്കെ വരണം. എന്നാൽ തന്നെ ഞങ്ങൾക്കൊരു വിശ്വാസമാകും. ഇതില്ലാതെ കുറേ പേർക്ക് ഒരു ഭരണത്തിൽ കയറുമ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സാധിക്കണമല്ലോ. അപ്പോൾ അവർ പറയണ അത്ര കാര്യങ്ങൾ സാധിക്കണം. ഈ 5 വർഷം കൊണ്ട് അവർ എന്താക്കി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണണമല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോഴത്തെ തലമുറ ആൾക്കാരല്ലേ, പണ്ടുള്ള തലമുറക്കാരവരല്ലേ. അപ്പോൾ അവർക്കല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിപ്പോൾ ഞങ്ങൾ വോട്ടിട്ട കാലം മുതൽ ഞങ്ങൾക്ക് ഇവർ പിന്നെ എന്തരാണ് പിന്നെ തരാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയണ്ടേ. ഇനി ഭരണത്തിലേക്ക് അവർ വരണം. ഇനി മേലിലെ അവരെ ഭരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഇത് വരണം നാട്ടിൽ. വാക്ക് പാലിക്കണമെന്നാണ് പറയണത്. ഇനിയാണ് പാവങ്ങൾക്കുള്ള വീട്, വാഗ്ദാനം, സ്ഥലം എല്ലാം ചെയ്ത് കൊടുക്കണം. എല്ലാവരും വാഗ്ദാനം നൽകിയിട്ടൊന്നും തന്നില്ല മറ്റാൾക്കാർ. ഇതിനെങ്കിലും നമുക്ക് തരണമെന്നുള്ള ഒരിതുണ്ട്, ഉറപ്പുണ്ട്. വാഗ്ദാനം പാലിച്ച്. ഇപ്പോൾ സ്ത്രീകൾക്ക് എവിടെ പോയാലും പൈസ ഇല്ലല്ലോ, ഫ്രീ ആണ്. എല്ലാം നല്ലതാണ്. ഇത് വരണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ചത്. അന്ന് അടിപൊളി. ഈ അറസ്റ്റം കുടിക്കുന്നതും ഈ പ്ലാന്റ് സ്റ്റോപ്പ് ഇത് രണ്ടുമാണ്. ഈ അറസ്റ്റം വിൽക്കണവൻ രാത്രി ഉറങ്ങണില്ല. ആ ഒരു ചാമത്തിൻ്റെ അളവിലെ പോയി അവനോ കുടിച്ചിട്ട് വരണം അവിടെ കേട്ടാ. ഇതൊന്നും ഞങ്ങളെ വീട്ടിൽ സമാധാനമില്ല. നമ്മുടെ പണിക്ക് പോകണ നേരത്തെ ഇതാ കുടിക്കാൻ ഓടിയായി പണിക്ക് പോവാതെ ഞങ്ങൾ എന്തൊരു ചെയ്യാൻ. അപ്പം നിങ്ങൾ ഇതിനൊരു മാറ്റം നിങ്ങൾ സംഭവിച്ചു കൊടുക്കാൻ തക്കളൊക്കെ അടച്ചു പൂട്ടിയെന്ന്. അതുപോലെ നിങ്ങൾ ഇവിടെ ഈ സ്റ്റാഫുകളെ ഒന്ന് അടച്ചു പൂട്ടി. ആദ്യം തന്നെ അതുപോലെ നമ്മളെ കേരളത്തിനാക്കി കേരളത്തെ പൊടി കുട്ടി വരെയൊക്കെ കുടിക്കണം. അതുപോലെ കഞ്ചാളൊക്കെ വെക്കണം. അപ്പോൾ ഈ പിള്ളേരൊക്കെ എന്തായിരിക്കും? അപ്പോൾ ഇത് വളർന്നു വന്ന പ്രായങ്ങളില്ല.
അതുപോലെ പ്രായപൂർത്തിയായൊക്കെ ഒരു കുടുംബം ചേരാൻ വഴിയില്ലാതെയൊക്കെ അതുകളൊക്കെ നടക്കണു, കുടിയും പിന്നെയൊക്കെ ഒന്ന് കുടിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കാല്ലേ മക്കൾ ഇത്തിരി നന്നായിട്ട് തിരുന്ന് ജീവിക്കുക. അപ്പം നിങ്ങൾ ചാപ്പികളൊക്കെ അടച്ച് പൂട്ടിയാത്തിയാണ്, ആ ബ്രാൻഡ് ചാപ്പികളെ ഈ അറസ്റ്റ് ചാപ്പും ഇത് രണ്ടും പൂട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. പട്ടണിയെങ്കിൽ നമ്മൾ വെറും വെള്ളം കുടിച്ചിട്ടെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങിയിടാവാം. ഇതാണ് ഞങ്ങളെ വീട്ടിൽ സമാധാനം ഇല്ല, കുടിച്ചിട്ട് വന്നാൽ ഞങ്ങളെ വീട്ടിൽ വഴക്കും അടികളുമാണ് അവന്മാരൊക്കെ. നിങ്ങളെന്തിന് അടച്ചു പൂട്ടണം? അതെന്തിന്? ഗവൺമെൻറ്റുകാരൻ പണം ഇല്ലെങ്കിൽ അവൻ നോട്ട് അടിച്ചിറക്കട്ടെ. ബ്രാൻഡ് ഷാപ്പ് കൊണ്ടാണ് പണം ഉണ്ടാക്കണത്. അതൊക്കെ എത്ര കുടുംബങ്ങളും തുലയണം ഇവിടെ കിടന്ന്. പിന്നെ കുടുംബങ്ങളില്ലേ തീരണം ഇവിടെയൊക്കെ. കുടിച്ചിട്ട് വന്നൊക്കെ ഭാര്യമാരെയൊക്കെ അടിക്കണ്, കുത്തണ്, ചീത്ത വിളിക്കണ്, മക്കളെയൊക്കെ അടിക്കണ്. പിന്നെ ഇതെന്തുകൊണ്ട്? അപ്പം നമുക്ക് പട്ടണിയെങ്കിൽ നമ്മൾ വെറും വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ മാനത്ത് ഞങ്ങൾ കിടന്നുറങ്ങിയിടവാം, സമാധാനമായിട്ട് ഇരിക്കാമല്ല. നണ്ട എനിക്കുള്ള ഇപ്പം നണ്ട പണിക്ക് പോകുന്ന സമയത്ത് പണിക്ക് പോകാതെ നണ്ട കുടിക്കാൻ കിട്ടണ്ട എവിടെയോ പോയി കണ്ട. ഇത് എന്നെ ജീവിതം ഒക്കെ ഞങ്ങളുടെ ജീവിതം. നമ്മളെന്തിനാ അപ്പം ചാപ്പുണ്ടാട്ടില്ലേ അവന്മാർ കുടിക്കാൻ പോകണം, അല്ലെങ്കിൽ പണിക്ക് പോവില്ല. അപ്പം എന്തുകൊണ്ട് വേല ഏതാ ഒന്നും ഞങ്ങൾക്ക് തെവയൊക്കെ തരണില്ല അവന്മാർ. 1000 രൂപ വേല എന്തുകൊണ്ട് വരികയാണെങ്കിൽ പാതിക്ക് കൂടുതൽ അവരുടെ അടുത്ത് കുടിക്കണം. ഇതാണ് മിച്ചം കൊണ്ടുവന്നാൽ നമ്മൾ എന്തൊരു ചെയ്യാൻ? സ്ത്രീകൾക്ക് ഇവിടെ കുടുംബശ്രീയിലൊക്കെ ആനുകൂല്യങ്ങളൊന്നും കിട്ടും? അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് ഇതുവരെ ഒരിടത്തുനിന്ന് കുടുംബശ്രീകർക്ക് അവർ തരണില്ല. ഇത് ഉള്ളവരും ഇല്ലാത്തവരും അവർ ഇഷ്ടമുള്ളവർക്ക് അവർ കൊടുക്കണം, ഇഷ്ടമുള്ളവർ വാങ്ങുന്നു. ഇങ്ങനെയാണ് ഇവിടെ ഉള്ള നിയമം. നമുക്കങ്ങനെ കൊടുക്കണമെന്നൊന്നും നമുക്കിത് അറിഞ്ഞൂടാ. ഈ ബസ്സിലായിട്ടുള്ള പൈസയും കൂടെയൊക്കെ 2000 1000 കയറിയെന്ന് പറഞ്ഞാലും കൂടെ ഞങ്ങൾക്ക് കയറുന്നില്ല. കയറുന്നവർക്ക് തന്നെ കയറണത്. അത് നമ്മളെന്താ ചെയ്യാൻ? സർക്കാരിനോട് എന്താ പറയാനുള്ളതൊക്കെ മാറണോ അല്ലേ? സർക്കാരടുത്ത് ഇത് തന്നെ പറഞ്ഞ് മാറ്റണം. ഇത് തന്നെ ഞങ്ങൾക്കൊരു കുടുംബ സമാധാനം വേണം. ഈ കുടിനാല കുടുംബ സമാധാനം ഇല്ല. ഒരുപാട് കൊച്ചുങ്ങളൊക്കെ കുടിക്കണം, ഇപ്പം കഞ്ചാ വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ഈ മക്കളെ ജീവിതത്തിൽ എന്തൊരു 10, 12, 15 വയസ്സായ കൊച്ചുങ്ങളൊക്കെ കുടുംബം തകർന്നൊക്കെ കിടക്കണം. ഇത് പ്രായപൂർത്തിയായ ഒരു വഴിക്ക് ഒരു കുടുംബം ചേരാൻ അതൊക്കെ പറ്റുന്നില്ല ഈ കുടി കാരണം. ഇപ്പം നമ്മളായിരുന്നാലും ഒരു സംബന്ധത്തിന് ഒരു മക്കൾക്ക് നമ്മളെ മക്കൾക്ക് പോയാൽ ഒരു കുടിയനെ എടുക്കുമോ? നമ്മൾ എടുക്കൂല. അങ്ങനെയൊക്കെ കുടുംബം തറന്ന് ഒരുപാടെണ്ണം നമുക്ക് കിടക്കണം ഇവിടെയൊക്കെ. ഇതൊക്കെ എല്ലാം മാറ്റം വരണം. മാറ്റം വരണമെങ്കിൽ ചാപ്പുകൾ തന്നെ അടച്ചു പൂട്ടണം.